സാറേ മറ്റേ മരം മൊയ്തു പഞ്ചായത്തിൽ നിന്ന് ശീതളം വിളിച്ചു അവിടെ പോയിരുന്നില്ല. എങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ശരിയോ? അടുത്തൊക്കെ ശരിയാക്കി. അതെ അല്ലേ. നമ്മുടെ പഞ്ചായത്തിൽ എത്ര മരണ്ട്? പഞ്ചായത്തിൽ 17 മരം. നമ്മുടെ PWD വകുപ്പിൽ നമുക്ക് 13 മരം. അല്ല, ഈ പഞ്ചായത്തിലെ മരമൊന്നും മരല്ല, PWDന്റെ മരാണ് മരം. അതെ, ഈ തേക്കും വില കിട്ടണ മരം ഒക്കെ നമ്മുടെയാണ് PWDയുടെ. ഒരേ തേക്കിന്റെ വണ്ണം കണ്ടണ്ട, ഇങ്ങനെ രണ്ടാളെ പിടിച്ചാ പിടികൂട്ടൂല, രക്ഷപ്പെടൂലേ. ഈ PWDയുടെ അണ്ടറിലുള്ള മരങ്ങളുടെ വില നിശ്ചയിക്കുന്നത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അവര് നമ്മൾ വിചാരിച്ച പോലെയല്ല, പകുതി വിലയാണ് ഓരോ മരത്തിനും കണ്ടുള്ളൂ. അപ്പൊ ടെൻഡർ എടുക്കുന്നവര് അവരെ വേണ്ട വിധത്തിലൊന്ന് കാണണം. 1 ലക്ഷം ഉറുപ്പ്യയിൽ ഡിപ്പാർട്ട്മെന്റിന് കൊടുക്കണം. അയ്യോ, 1 രൂപ കൊടുക്കേണ്ടി വരും. പിന്നെ പുള്ളി ഒരു 50-ലൊക്കെ നിൽക്കുമല്ലോ സാറേ. 50? അത് 1.5 ലക്ഷമൊക്കെയാണ് പറയണത്. പിന്നെ നമ്മൾ ഇവർ ആദ്യമായിട്ട് ഒരു സംരംഭം തുടങ്ങുകൊണ്ട് 1 ലക്ഷം പറഞ്ഞു എന്ന് മാത്രം. ഒന്ന് നിർബന്ധമാണ്. ഇതേ അവരിട്ടേക്കണ 1 രൂപ കൊടുത്താലും വേണ്ടില്ല, 5-6 ലക്ഷം രൂപ കിട്ടും ഒറ്റ മരത്തിന്. ഒന്നിൽ നിൽക്കലോ അല്ലേ? അവിടെ 1 ലക്ഷം ഉറുപ്പ്യ കൊടുത്താൽ മതി. പക്ഷെ അവിടെ പ്രശ്നം തീരുന്നില്ലല്ലോ. എത്ര പേരാ മുപ്പര പറഞ്ഞ പേര്? 5 പേര് ടെൻഡറിന് തയ്യാറായി വന്നിട്ടുണ്ട്. അത് ഈ സ്ഥിരക്കാരാണ്, അവർക്ക് ഇതിന്റെ ഒരു താളം അറിയാം. അവര് കേട്ടി വിളിച്ചാ അവർക്ക് പോകുന്നത്. നിങ്ങൾക്ക് കിട്ടില്ല, അപ്പൊ അവര് ഒതുക്കണം. ഒരാൾക്ക് ഒരു 20 രൂപ വെച്ച് കൊടുക്കേണ്ടി വരും. അത് 5 പേരുണ്ട്. അയ്യോ സാറേ, അപ്പൊ തന്നെ 1 ലക്ഷം ഉറുപ്പ്യല്ലേ? 1 ലക്ഷം അല്ലേ? നമുക്ക് 8 ലക്ഷത്തിന് ഇത് കിട്ടല്ലേ? കാശ് എറിഞ്ഞാലേ കാശ് വരുള്ളൂ. ഒന്നൊന്ന് പറഞ്ഞ് പേടിക്കണ്ട, പൈസ ഇങ്ങോട്ട് വരും. അപ്പൊ നേരത്തെ ഈ ഒന്നും ആവുമ്പോ രണ്ടില് നിൽക്കുമല്ലോ അല്ലേ? ഇവിടെ ആ കാര്യങ്ങൾ 2-ൽ നിൽക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ പേപ്പറൊക്കെ ഇവിടുന്ന് നീങ്ങി പോണെങ്കിൽ ഇവിടുത്തെ സ്റ്റാഫിന് എല്ലാവർക്കും കൂടി ഒരു 1.5 ലക്ഷം, ഒരു 3.5 ലക്ഷം ഉറുപ്പ്യ ഉണ്ടെങ്കിൽ ടെൻഡർ നിങ്ങൾക്ക് തന്നെ. എന്ത് വർത്താനം സാർ ഈ പറയണത്? ലക്ഷങ്ങൾ വില മതിക്കണ മരത്തിന് 3.5 രൂപ ആകെ. നമ്മൾ അങ്ങനെ എല്ലാത്തിനൊന്നും നമുക്ക് അർഹിക്കുന്നതല്ലേ നമ്മൾ ചോദിക്കപ്പെടുന്നത്. അവര് കാശ് ഇറക്കണു, അവര് ടെൻഡർ എടുക്കണു, അവര് പണിക്കാരെ വെക്കണു, അവര് മറിച്ചു നല്ല പണി. ഞങ്ങൾ അതൊന്നും ആവശ്യമില്ല, നമ്മൾ ചെയ്യണതിനുള്ള ഒരു സന്തോഷം, അത്രേ ഉള്ളൂ. അല്ല, അപ്പോ അതെ ഇത് ശരിയാവുന്ന എനിക്ക് തോന്നുന്നില്ല. ശരിയാവും. അല്ല, എന്താ പറയാ സാറേ, അവിടെ 3.5 ഇവിടെ 3.5 എന്ന് പറയുമ്പോഴേ അതെവിടെ വേറെ 3.5? പഞ്ചായത്തിൽ 3.5 ചോദിച്ചേ. പഞ്ചായത്തിന് 3.5 കൊടുത്തു. അതാണ് പറഞ്ഞത്. നിങ്ങൾ 2 രൂപ എന്ന് പറഞ്ഞതാണ്. ഇതിപ്പോ അവിടെ തന്നെ പഞ്ചായത്തിൽ തന്നെ ഏകദേശം 3-3.5 ഉറുപ്പ്യ അവര് പറഞ്ഞു. ഇവിടെ ഒന്ന് നോക്കി നോക്കുമ്പോ അത് 3.5 ഉറുപ്പ്യ, 7 ലക്ഷം ഉറുപ്പ്യയിലധികം നിങ്ങൾ പറഞ്ഞേക്കാട്ടിലും കൂടുതൽ. അതാണെന്ന് പറയേണ്ട കാര്യം. അങ്ങനെയല്ല, അപ്പൊ അതിന്റെ ലാഭം കിട്ടുമല്ലോ നമുക്ക്. ഞാൻ പറയട്ടെ, ഇതിപ്പോ 7 ലക്ഷം ഉറുപ്പ്യല്ലേ നിങ്ങൾക്ക് എക്സ്ട്രാ പോണുള്ളൂ. ഈ മരക്കൊന്ന് പോയി കണ്ടോക്ക്. വെട്ടി സൂക്ഷിച്ചു കഴിഞ്ഞാൽ വില ഇങ്ങോട്ട് സ്വർണത്തിനൊക്കെയാണ് ഏറ്റവും കയറണത്. ഇത് തേക്കാണ്. അതാണ് 7 കൊടുത്താലും കുഴപ്പമില്ല, നമുക്ക് പിടിക്കാം, തിരിച്ചു പിടിക്കാം. എന്തായാലും ഇറങ്ങി പുറപ്പെട്ട് ഇത്രയൊക്കെ ആയില്ലേ? അപ്പൊ അവിടെയും കൊടുത്തു ഇവിടെ കൊടുത്തു, കാര്യങ്ങൾ പകുതിക്കിട്ട് പോണ്ട. കയ്യില് വന്ന് ഇപ്പൊ ചെലവായതും കൂടി കിട്ടാണ്ടാവും. മൊയ്തു കിടവട്ടെ ഏതെങ്കിലും കച്ചവടം പൊളിഞ്ഞിട്ടുണ്ടോ? ഇല്ല, അത് മൂപ്പർക്കൊന്നും മരമല്ല വരാം, മൊയ്തു ഒരു വരവുണ്ട്. സാറ് ചെയ്തോന്നേ. എന്നാലും ഈ പറഞ്ഞ ചെറിയൊരു തുക, ഇപ്പൊ 8 ലക്ഷം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇനിയിപ്പോ 10 പോട്ടെ കുഴപ്പമില്ല, പക്ഷെ അതിൽ കൂടുതലൊക്കെ പറയുമ്പോ ഒന്ന് എനിക്ക് ആലോചിക്കണം. പ്രത്യേകിച്ച് ആലോചിക്കാനൊന്നും ഇല്ല. അത് നമ്മൾ തിരിച്ചു ഇനിയിപ്പോ ആലോചിച്ച സമയങ്ങളുണ്ട്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ പറഞ്ഞോട്ടോ, വേറെ ആൾക്കാർ. അല്ല, എന്താ വെച്ചാൽ അവരാവുമ്പോ ഞങ്ങൾക്ക് തരാനുള്ളത് അവർക്ക് അറിയണതാണ്. ഞങ്ങൾ തരും അല്ലേ? കൊടുക്കൂലേ? പിന്നെ ഇത് നിങ്ങൾ എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങളുടെ നിന്ന് എടുക്കാനും ആള് സാറിന്റെ അടുത്തുണ്ട്. അല്ലെങ്കിൽ നടക്കണ്ട, സാറിന്റെ അടുത്തുണ്ടല്ല. മറ്റേ മരം ചോദിച്ചു നടപ്പില്ലേ ഒരാള്, വീട് പണിക്ക് ഗൾഫുകാരൻ. അതും എന്താ വേണ്ടിച്ചാ അതും നമ്മൾ ചെയ്യും. അത്രയൊക്കെ സൗകര്യം അവർ ചെയ്തു തരുന്നുണ്ടല്ലോ. പിന്നെ നമുക്ക് പിന്നെ അപ്പൊ മറ്റേ കായ് ഇവിടെ തരണോ? അപ്പൊ 3.5 കാശൊന്നും ഇവിടെ തരണ്ട. വിളിച്ചു പറയായിരിക്കും അല്ലേ? വിളിച്ചു പറയൊന്നുമില്ല, അതൊക്കെ അപ്പ ശരിയാക്കണം. പാരിജാതം കൂടെ വരും, കൊടുത്തു വിട്ടാൽ മതി. ഞാൻ വരാം. പിന്നെ ഒരു കാര്യം, ഒരു കച്ചവടം തുടങ്ങിയല്ലേ, വെട്ടുകാർ അതിക്രമ കൂലിയാ ചോദിക്കണത്. ചോദിക്കണ കൊടുക്കണ്ട കേട്ടാ. നമ്മളെ പോലെ ഒരു മയവില്ല അവർക്ക്. പിന്നെ സാറേ, ഉള്ളം കൈ ചൊറിയണ്ട് ഇപ്പൊ നടക്കുന്നത്. പഞ്ചായത്ത് 3.5 ലക്ഷം മേടിച്ച സ്ഥിതിക്കേ ഒരു 5 പറയാറുന്നു.